ഹായ് ഹലോ, ഞാൻ നിംസ് നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ കുറച്ച് കാർഡ്സ് യൂണിവേഴ്സിനോട് ചോദിച്ച് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ നമുക്ക് എന്നത്തെയും പോലെ പ്രാർത്ഥിക്കാം. രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാനായിട്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നലെ കുറച്ച് ത്രോട്ട് ഇഷ്യൂ ആയിരുന്നു. പേഴ്സണൽ റീഡിങ് ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ റീഡിങ്സ് ഒക്കെ എടുക്കുന്ന കാരണം വോയിസ് കുറച്ച് ക്രാക്കിംഗ് ആയി. അപ്പോൾ ഒരു ദിവസത്തെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നു. അതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാതെ വന്നത്. അതിനു മുന്നേ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ലാസ്റ്റ് വീഡിയോയ്ക്ക് 1-2 വ്യക്തികളുടെ കമൻസ് ഞാൻ ശ്രദ്ധിച്ചു. ഒരാൾ വളരെ മോശമായിട്ടൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. വേറൊരു വ്യക്തി അവരുടെ പേഴ്സണ് അവരിലേക്ക് എത്താനായിട്ട് ഡിലേ ഉണ്ട്. ഞാൻ ഇന്ന് ഒരു റീഡറുടെ റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒത്തിരി പേര് കാണുന്ന റീഡിങ്സ് ആണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു എനർജി ഇതിൽ കിട്ടില്ല. ആ കിട്ടുന്ന മാക്സിമം എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങളിത് വിട്ടുകളഞ്ഞോളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. ആവുന്നവർ സ്വീകരിക്കാനും പറയുന്നുണ്ട്. ഇനി ആ നെഗറ്റീവ് കമൻ്റ് ഇട്ട 2 വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇട്ടത് 1 മാസത്തോളമായി ഇങ്ങനെ റീഡിങ്സ് ഒക്കെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് ഒരു കറക്റ്റായിട്ടുള്ളൊരു ടൈം പറയൂ എന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളൊരു ടൈം പറയാൻ സാധിക്കുക? ഞാൻ താങ്കൾക്ക് വേണ്ടി മാത്രമല്ല ഈ റീഡിംഗ് ഇടുന്നത്. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. താങ്കളുടെ എനർജി മാത്രമല്ല ഇതിൽ കിട്ടുന്നത്. താങ്കൾക്കപ്പോൾ ഈ റീഡിംഗ് റെസിനേറ്റ് ആയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ ലൈഫിലേക്ക് ഇത് വാലിഡ് ആയിട്ടില്ല എങ്കിൽ ഇത് സ്വീകരിക്കേണ്ട, ഈ റീഡിംഗ് കാണേണ്ട, അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഒരു കറക്റ്റ് ടൈം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വരൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം. അപ്പോൾ നിങ്ങളുടെ എനർജി കിട്ടും. നിങ്ങൾ അതിൽ ശ്രമിക്കൂ. ഈ ജനറൽ റീഡിങ് കണ്ടിട്ട് നിങ്ങൾ മോശമായ കമൻസ് ഇടരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ എന്ന വ്യക്തി ഒരാളെ വേദനിപ്പിക്കാനായിട്ട് അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. എനിക്ക് താല്പര്യമില്ല. അല്ല, റീഡിങ്സിൽ ഞാനൊരു ഡെവിൾ കാർഡ് പോലും കിട്ടി കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലാണ് അത് പ്രസൻറ്റ് ചെയ്യുക. കാരണം എനിക്കറിയാം, നിങ്ങളെന്ന വ്യക്തികൾ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ ഒത്തിരി പേര് കാണുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നത്. ഞാനെന്ന റീഡർ ഓരോ ദിവസവും കാർഡ്സ് എടുക്കുന്നത് അന്നത്തെ എനർജിയാണ്. അപ്പോൾ അന്ന് കിട്ടുന്ന ആ എനർജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ കാർഡ് കാണിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്ന ചിന്തയായിരിക്കുമോ നാളെ എനിക്ക് തോന്നുക? അല്ലേ? നിങ്ങൾക്ക് ഇന്ന് തോന്നുന്ന ചിന്തകളായിരിക്കുമോ നാളെ നിങ്ങളുടെ മനസ്സിലൂടെ വരുന്നത്? അല്ലല്ലോ. പിന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ എല്ലാവർക്കും വേണ്ടിയല്ല പറയുന്നത്, ആ 1-2 വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ എന്തെങ്കിലും കാരണമുണ്ടായിരിക്കണം. ഇപ്പോൾ ഇത്ര പബ്ലിക്കായിട്ട് ഈ ഒരു മോശം കമൻ്റ് ഇട്ട ഒരു വ്യക്തി പവനൻ എന്നാണ് ഞാൻ കണ്ടത്. ആ വ്യക്തി വളരെ മോശമായിട്ടാണ് കമൻ്റ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒരിക്കലും ആ വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യാനോ അങ്ങനെ ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷെ എനിക്കത് വളരെ മോശമായിട്ട് തോന്നി. കാരണം നിങ്ങളെ എന്ന വ്യക്തിയുടെ ഒരു ഇമേജിനെയാണ് അവിടെ നിങ്ങൾ തന്നെ മോശമാക്കി കാണിച്ചത്. നിങ്ങളെ മറ്റുള്ളവർ ഒരു റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവാം, എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുകയാണ്. ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാര്യവും എൻ്റെ മസ്തിഷ്കത്തിൽ സൂക്ഷിച്ചിട്ടില്ല. എനിക്ക് താങ്കളുടെ പേഴ്സൺ അറിയുകൂടിയില്ല, താങ്കളെയും അറിയില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. മിസ്റ്റർ പവനൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയും കൂടി ഇങ്ങനെ ആള് മോശമായിട്ടല്ലെങ്കിലും ഇങ്ങനെ പറഞ്ഞു. ഞാൻ മിസ്റ്റർ പവനോടാണ് പറയുന്നത്, താങ്കൾക്ക് റീഡിങ് കാണണ്ടെങ്കിൽ താങ്കൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളും.
ഒത്തിരി പേര് കാണുന്നതാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മോശം കമൻസ് ഇടുമ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു കമൻ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് താങ്കളുടെ ഇമേജിനെ തന്നെയാണ് നെഗറ്റീവായിട്ട് ബാധിക്കുക. ഞാനെന്ന റീഡറേ അല്ല. എനിക്കറിയാം, ഞാനെന്ന റീഡറെ വിശ്വസിക്കുന്ന ഒത്തിരി പേരുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് ഒത്തിരി പേര് വരുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ ഞാൻ പറയുന്ന ആ ഒരു കാര്യം വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് അവരുടെ സൈഡിൽ നിന്ന് റെസ്പോൺസ് കിട്ടുന്നത്. നമ്മൾ കാർഡ്സ് എടുത്ത് പറയുമ്പോൾ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് കാർഡ്സിലൂടെ പറയാൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും 100% എന്ന് പറയുന്നില്ല, ഒരു 98% ഒക്കെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. താങ്കൾക്ക് എന്തെങ്കിലും ഡൗട്ട് താങ്കളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ താങ്കൾ പേഴ്സണൽ റീഡിങ്ങിന് വരൂ. താങ്കൾക്ക് കമൻസ് ഇടാം, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഓക്കെ, ഞാൻ അത് അംഗീകരിക്കുന്നു. പക്ഷെ താങ്കളുടെ വില കളഞ്ഞിട്ട്, താങ്കളുടെ വാല്യൂ കളഞ്ഞിട്ട് താങ്കൾ ഇത്രയും മോശമായ കമൻസ് ഇടരുത്. ഞാൻ അത്രയും മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത് റീഡിങ്ങിന് വന്നവർക്കറിയാം, എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് റീഡിങ്ങിന് വന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് എല്ലാവരോടും സംസാരിക്കുന്നതെന്ന്. ഒരാളെ മോശപ്പെടുത്തിയിട്ട് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ആരെയും ഇൻസൾട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇത്രയും കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാനെന്ന റീഡറല്ല മോശമാവുക, താങ്കളാണ് മോശമാവുക. താങ്കൾ വീണ്ടും വീണ്ടും ഓരോ ദിവസവും മോശമായി കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഇടുന്ന കമൻസ് എല്ലാവരും കാണുന്നുണ്ട്. അപ്പം എനിക്ക് താല്പര്യമില്ല അതിൽ. താങ്കളെ മറ്റുള്ളവർ ആ ഒരു മോശമായ കണ്ണിലൂടെ കാണുന്നതും എനിക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നത്. കേട്ടോ, നമുക്കിനി റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് വാൻസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് യൂണിവേഴ്സ് ഇവിടെ എനിക്ക് കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കുള്ള 7 ആഗ്രഹങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയത്. ഇവിടെ നിങ്ങളുടെ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയുമാണ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഒരു ചലഞ്ചിനെയാണ് കാണിച്ചു തരുന്നത്. ചലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒന്നുമല്ലാതായിരിക്കാം എങ്കിൽ അവരുടെ മുന്നിൽ ഇനി ഞാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ അവർ എന്നിലേക്ക് വരുമ്പോൾ ഞാൻ പഴയൊരു വ്യക്തിയല്ല, പുതിയൊരു വ്യക്തിയായി മാറിയെന്ന്, എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ഒരു ചലഞ്ച് അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു വ്യക്തിയായി നിങ്ങൾ മാറിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തു കാര്യത്തിലാണോ അവർ പോകുമ്പോൾ ഒരു ബ്ലോക്കായിട്ട് നിന്നുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണതയിൽ എത്താനായിട്ട് സാധിക്കാതിരുന്നത്, ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങി. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങി. നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റു വ്യക്തികളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങി. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ, കരിയർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെറ്റർ ലൈഫൊക്കെയാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണെ കാണണമെന്നുള്ളൊരു ആഗ്രഹവുമുണ്ട്. അവരോടുള്ള സ്നേഹം നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടൊന്നുമില്ല, അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കാലത്ത് നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ 7 ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്കും ഫോക്കസ് ചെയ്ത് തുടങ്ങി. അവർ വരുമ്പോൾ വരട്ടെ, അതുവരെ ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നൊരു നിലപാടോ വന്നു തുടങ്ങി അല്ലേ? സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് 7 ഓഫ് കപ്സ് കാർഡാണ്. ഒരു ഇമോഷനെയാണ് മെയിൻ ചെയ്യുന്നത്. ഇമോഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളിലേക്ക് സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങളുടെ പേഴ്സണ് മാറ്റങ്ങൾ വന്നു തുടങ്ങി. നിങ്ങളുടെ പേഴ്സൺ ഓപ്ഷൻ സ്വീകരിച്ചിട്ടായിരിക്കണം നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്. അത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലമായിരിക്കണം, വാക്കുകൾ കേട്ടിട്ടായിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ
അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത് 7 കപ്സ് കണ്ടോ കമഴ്ത്തി വെച്ചിരിക്കുന്നത്. ഒരു നദി ഒഴുകി പോകുന്നു, സ്നേക്ക്, ബാറ്റ്, ലാഡേഴ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ കപ്സിൻ്റെ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തിക്ക് ഒത്തിരി ലോസ് വന്നിട്ടുണ്ട്. അവരുടെ കരിയർ, അവരുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യത്തിൽ അവർക്ക് ലോസ് വന്നിട്ടുണ്ട്, നഷ്ടം വന്നിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. അവർ ഹീലാവാൻ തുടങ്ങിയത് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അവരിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. കാരണം അവരിപ്പോൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു കപ്പ് എന്ന് പറയുന്നത് ലേഡറുമായി ബന്ധപ്പെട്ടതാണ്. ലേഡർ എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള പ്രണയം പഴയതിനേക്കാളും തീവ്രമായി തുടങ്ങി. ആ ലേഡറിലേക്ക് പിടിച്ച് പടിപടിയായിട്ട് നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെന്ന ഓപ്ഷനെയാണ് ഇനി അവർ തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർക്ക് വന്ന ലോസിനെ, അവർക്ക് വന്ന പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച്, നഷ്ടങ്ങളെ ആലോചിച്ച് അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളാണ് ശരി, നിങ്ങളിലേക്ക് വന്നാലാണ് അവരുടെ ലൈഫ് പൂർണ്ണതയിൽ എത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്ന ഓപ്ഷനിലേക്കാണ് അവർ ഇനി വിരൽ ചൂണ്ടുന്നത്. ആ ലേഡറിൽ പിടിച്ച് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലേക്ക് പഴയതേക്കാളും കൂടുതൽ തീവ്രമായിട്ട് അവരുടെ പ്രണയം കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ സ്റ്റാർ ആണ്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങിയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിട്ട് അവർക്ക് വന്ന ലോസിനെ ആലോചിച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്കറിയാം. അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവരും വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ രണ്ടുപേരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുമിച്ചുള്ളൊരു ജീവിതമാണ്, ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു റീയൂണിയൻ ആണ്. അപ്പോൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, റീയൂണിയന് വേണ്ടിയിട്ടൊക്കെ ഒരു വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് കാണിക്കുന്നത്. സ്റ്റാറിലേക്ക് ത്രെഡ് കണ്ടോ? ആ ത്രെഡ് എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരും ഒരു പോസിറ്റീവ് സൈനിനെ മീൻ ചെയ്യാം. കാരണം അടുത്ത കാർഡ് എന്ന് പറയുന്നത് 8 ഓഫ് വാൻഡ്സ് ആണ്. 8 ഓഫ് വാൻഡ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുന്നു, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ആണ് കാണിക്കുന്നത്. ഒരു സ്പീഡിനെ മീൻ ചെയ്യാം. വളരെ വേഗത്തിൽ, വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് 7 വാൻഡ്സ് ആണ്. 7 ആഗ്രഹങ്ങളാണ്, വലുതും ചെറുതുമായ 7 ആഗ്രഹങ്ങൾ. എന്നാൽ നിങ്ങളുടെ മെഡിറ്റേഷനും മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയും ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സണ് വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വെയിറ്റിംഗ് എനർജിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് നിങ്ങളിലേക്കുള്ള വരവിനെയാണ് സൂചിപ്പിക്കുന്നത്, സക്സസിനെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനോ കാണുവാനുമുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഈ മാസം തന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ കാണുവാനുള്ള ഒരു ചാൻസിനെ ഈ കാർഡ് മീൻ ചെയ്യാം. നമുക്ക് ഒരു സക്സസിനെ മീൻ ചെയ്യാം, ഗുഡ് ന്യൂസിനെ മീൻ ചെയ്യാം. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരും. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് സ്വർഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഇവിടെ ഒരു ക്ലിയർ തിങ്കിങ് ആണ് കാണുന്നത്. സ്ട്രോങ് കമ്മ്യൂണിക്കേറ്ററാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വളരെ ട്രൂത്ത് ആൻഡ് പ്രൂഫ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. അവർ ചിന്തിക്കുന്നത് ബെറ്റർ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു നോക്കൗട്ട് സിറ്റുവേഷൻ അവരിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് എങ്ങനെ വരണം, എന്താണ് ഇനി ചെയ്യേണ്ടത്, ഫ്യൂച്ചർ എങ്ങനെ വരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള ഒരു തിങ്കിങ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ഒരു മടങ്ങിപ്പോക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ തിങ്ക് ചെയ്യുന്നത്. നിങ്ങളില്ലാതെ ഇനി അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നിങ്ങളാണ് അവർ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. പാസ്റ്റിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവർ ചിന്തിക്കുകയാണ്, നിങ്ങൾ എന്ന് അവർക്ക് നഷ്ടമായോ അന്ന് മുതൽ അവരുടെ ലൈഫിൽ ലോസ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി സമ്പാദ്യമൊക്കെ ഉണ്ടാവാം. നമ്മുടെ മനസ്സിനെ തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതം മുന്നോട്ട് പോകും ഇല്ല. ഇപ്പം അവരുടെ കരിയർ, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയത്. എന്നാൽ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയ സമയം മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെ സെൽഫ് ലവ് ചെയ്ത് തുടങ്ങിയത് മുതൽ നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട്. ആ മാറ്റം തന്നെയാണ് ഇവിടെ ഗുഡ് ന്യൂസ് ആയിട്ട് കാണിക്കുന്നത്, സക്സസ് ആയിട്ട് കാണിക്കുന്നത്.
അത് തന്നെയാണ് അവരിൽ ഒത്തിരി മാറ്റങ്ങളും വരുത്തിയിട്ടുള്ളത്. അവര് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ചാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനോ നിങ്ങളോട് സംസാരിക്കുവാനുള്ള ഒരു ചാൻസിന് തന്നെയാണ് കാണിക്കുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമായിട്ട് സംസാരിക്കും. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങളോട് പറയും. നിങ്ങളും അവരും തമ്മിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് വന്ന ലോസിനെ കുറിച്ച്, എന്തുകൊണ്ടാണ് അവർ മൂവ് ഓൺ ചെയ്ത് പോയതിനെ കുറിച്ചിട്ട്, എന്തിനാണ് ഇനി തിരിച്ചു വന്നതിനെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ ഒരു ക്ലിയർ തിങ്കിങ് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഏസ് ഓഫ് കപ്സ് കാർഡാണ്. ഒരു ഇമോഷനെയാണ് കാണിക്കുന്നത്, ഒരു ന്യൂ കണക്ഷനെയാണ് കാണിക്കുന്നത്, ഒരു ന്യൂ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ സമയത്ത് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല, നിങ്ങളുടെ സ്നേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഓരോ ദിവസം ചെല്ലും തോറും അവർക്ക് നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ തീവ്രത കൂടി വരികയാണ്. അത് വെറുതെ ഒന്നും കൂടില്ല. നിങ്ങൾ കൊടുത്ത സ്നേഹമെന്ന് പറയുന്നത് 100% ആണ്. നിങ്ങളെ പോലും ശ്രദ്ധിക്കാതെ, നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോലും നിങ്ങൾ നോക്കിക്കാണാതെ ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളിലേക്കാണ് നിങ്ങൾ നോക്കിക്കണ്ടിരുന്നത്. ആ വ്യക്തിയെ അത്രമേൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അത് ഇപ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത്. അവരെന്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി, മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ടൊക്കെ പോയി ഇല്ലേ? എന്നാൽ ഇന്ന് നിങ്ങൾക്ക് തരാൻ പോകുന്ന അവരുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്തതിനേക്കാളും ഇരട്ടിയാണ്. ഈ പിക്ചറിൽ നോക്കിയാൽ തന്നെ അറിയാം, 2 കൈകളും ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആ ഹൃദയം എന്ന് പറയുന്നത്, ആ കപ്പ് നിറയെ അവരുടെ സ്നേഹമാണ്. അപ്പോൾ വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അവർക്ക് നിങ്ങളെ കാണാതിരിക്കാൻ ഇപ്പോൾ സാധിക്കാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവണം, ഒരു നിമിഷം അവരെ കണ്ടാൽ മതി, അവരോടൊത്തുനിന്നിരുന്നാൽ മതി, കുറച്ച് നിമിഷം അവരോടൊന്ന് സംസാരിച്ചാൽ മതി എന്നൊക്കെ അല്ലേ? ഇന്ന് നിങ്ങളുടെ ഈ മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥനയും സെൽഫ് ലവും ഒക്കെ അവരിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന് അവർ തിരിച്ചാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഒന്ന് കണ്ടാൽ മതി, നിങ്ങളോടൊപ്പം 5 മിനിറ്റ് ഇരുന്നാൽ മതി, നിങ്ങളോട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് പറയണം, സോറി പറയണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സെന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കുള്ളതാണെന്ന് അവർ ഉറച്ച നിലപാടിവിടെ എടുത്തിട്ടുണ്ട്. ക്ലിയർ തിങ്കിങ്ങിനെയാണ് കാണിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇനി അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് പെന്റക്കിളാണ്. അത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളിവിടെ നിങ്ങളെ തന്നെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങിയില്ലേ? നിങ്ങൾ മെഡിറ്റേഷന് മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ 7 ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ കരിയറാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കരിയറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ? ആ ഒരു കാര്യം സക്സസ്സിൽ എത്താൻ പോകുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി വരുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ അതെല്ലാം സക്സസ്സിൽ എത്തുമെന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. വളരെ സന്തോഷത്തിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടിയ ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു ന്യൂ കരിയർ പാത്തിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. സെൽഫ് റിയലൈസേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു സ്പിരിച്വൽ അവേക്കനിങ് എന്നും പറയാം. നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്തു തുടങ്ങി. നിങ്ങൾ എന്താണ് യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സൊക്കെ നിങ്ങൾ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാൻ തുടങ്ങി. ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും ഞാനെന്ന വ്യക്തി പൂർണ്ണമായിട്ട് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാവാൻ പോവുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഞാനല്ല എൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. എന്നിലേക്കുള്ള ഏതൊരു കാര്യമാണെങ്കിലും, പോസിറ്റീവായിട്ടുള്ള ഏതൊരു കാര്യമാണെങ്കിലും അത് യൂണിവേഴ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി.
അപ്പോൾ നിങ്ങളെ തന്നെ യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ ആത്മാവിനെ തന്നെ, നിങ്ങളുടെ സോളിനെ തന്നെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇനി നിങ്ങളെ നയിക്കുന്നത് യൂണിവേഴ്സ് ആണെന്ന് പറയുന്നു. അത്രമേൽ ആഗ്രഹത്തോടുകൂടി നിങ്ങൾ യൂണിവേഴ്സിലേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. യൂണിവേഴ്സ് അത് കാണാതെ പോവില്ല. നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ച യൂണിവേഴ്സ് നമുക്ക് ഓരോ കടമകൾ തന്നിട്ടുണ്ട്. ആ കടമകളിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒത്തിരി വിഷമഘട്ടങ്ങളിലൂടെ പോകേണ്ടി വരും. അത് നമ്മൾ പോകുന്ന ആ വഴിയിൽ ഒത്തിരി പേരെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഒത്തിരി സന്ദർഭങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതെല്ലാം നമുക്ക് തരണം ചെയ്തു പോകണമെങ്കിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വേണം. നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ടായിരിക്കണം പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോഴല്ലേ, മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം വിഷമം വരുമ്പോഴല്ലേ നമ്മൾ യൂണിവേഴ്സിനെ, ദൈവത്തെ ഒന്ന് ഓർക്കുക അല്ലേ? അത് നമുക്ക് എപ്പോഴും സന്തോഷം വരുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുമോ? ഇല്ല. നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളിൽ നിന്ന് നഷ്ടമായി പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുക, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുക. ചിലപ്പോൾ അതിനുള്ളൊരു അവസരമായിരിക്കണം ഇത്. നമ്മൾ യൂണിവേഴ്സിൽ അടുക്കുന്ന ഒരു നിമിഷമായിരിക്കണം ഇത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ നല്ല പാതയിലേക്ക് നയിക്കുവാനും നിങ്ങളെ യൂണിവേഴ്സ് എന്താണെന്ന് അറിയിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കാലയളവാണെന്ന് കരുതൂ. നിങ്ങൾ എന്നു മുതൽ യൂണിവേഴ്സിലേക്ക് അടുത്തു തുടങ്ങിയോ, നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സിലേക്ക് കൊടുത്തു തുടങ്ങിയോ, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ ആ ദൈവത്തിലേക്ക് നിങ്ങൾ അടുത്തു തുടങ്ങിയോ, അന്നു മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സ് ഓരോന്നോരോന്നായിട്ട് തരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. ഒത്തിരി പേര് ഹീലാവാനായിട്ടുണ്ട്, ഒത്തിരി പേര് നന്മയുടെ പാതയിലൂടെ പോകാനുണ്ട്. നമുക്ക് ആരെയും വേദനിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്താൽ മതി. നമുക്ക് ഒത്തിരി നെഗറ്റീവ്സ് നമുക്ക് ചുറ്റും വരാം. നമ്മളെല്ലാവരും നല്ല വ്യക്തികളൊന്നുമല്ല, നമ്മളിലും കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ, കേട്ടോ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക. ആരോടെങ്കിലും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം നമ്മളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിക്കാതെ, ചുരുക്കം പറഞ്ഞാൽ എന്നെ പോലും പഴിക്കാതെ നിങ്ങളിലേക്ക് നോക്കി കാണാം. ഞാൻ വെറും ഒരു റീഡർ മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട്. ഞാൻ ഈ കാർഡ്സിലൂടെ കാണുന്ന കാര്യം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അതിൻ്റെ മീനിങ്സ് മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കും. നിങ്ങളുടെ കാര്യം സക്സസ്സിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറഞ്ഞാൽ ഇത് ചാരിയറ്റാണ്. ചാരിയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മടങ്ങി വരവിനെ തന്നെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട്, അത്രമേൽ ആഗ്രഹത്തോടു കൂടിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ തന്നെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് ഒരു റീയൂണിയനും സാധ്യമാണ്. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ടൈം കാർഡ് കൂടെ നമുക്ക് എടുക്കാം. എന്താണ് ടൈം കാർഡിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ടൈം എന്ന് നോക്കാം. ഇവിടെ 4 കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 16 ഡേയ്സ് എന്നാണ് പറയുന്നത്, 16 ദിവസം. സെക്കൻഡ് കാർഡ് അപ് ടു നെക്സ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്നു, സെപ്റ്റംബർ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. തേർഡ് കാർഡ് അപ് ടു 5 വീക്സ് എന്ന് പറയുന്നു, 5 ആഴ്ച. ഫോർത്ത് കാർഡ് ഇൻ 22 ഡേയ്സ് എന്നാണ് പറയുന്നത്, 22 ദിവസം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഈ കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾക്ക് ഏത് കാർഡാണോ അട്രാക്റ്റ് ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് പ്രാർത്ഥിക്കാം. ഓരോ ദിവസം നമുക്ക് കാർഡ്സ് കിട്ടുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അത് അന്നത്തെ എനർജിയാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും. ഓരോ ദിവസം ഒരുപോലെ അല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്, വ്യത്യസ്തമായിട്ടല്ലേ. ഇവിടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു വ്യക്തി പറഞ്ഞു ഒരു കറക്റ്റായിട്ടുള്ള ടൈം പറയാനായിട്ട്. എനിക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുക കറക്റ്റായിട്ടുള്ള ടൈം? ഇതൊരു ജനറൽ റീഡിംഗ് അല്ലേ. ഇപ്പോൾ ഓരോരുത്തരും ചിന്തകൾ ഓരോ ദിവസം മാറി മാറി വരില്ലേ. അപ്പോൾ എനിക്ക് കാണുന്ന കാർഡ്സിനെ കുറിച്ചുള്ള ഒരു അർത്ഥമല്ലേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ആയാലും ഈ കാർഡ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാനെന്ന റീഡറെ വിശ്വാസം ഉണ്ടെങ്കിൽ വീഡിയോസ് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, കേട്ടോ. ഞാൻ വളരെ ജെന്യുവിനായിട്ടാണ് റീഡിംഗ് എടുക്കുന്നത്. അത് പേഴ്സണൽ റീഡിങ്ങിന് വന്നവർക്കറിയാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത്
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ തെറ്റിനെ മനസ്സിലാക്കി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ് പോസിബിളായിട്ട് കാണിക്കുന്നത്. ഈ റീഡിംഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും എന്നെ അറിയിക്കാം. വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആയാലും നമുക്ക് പരിഹരിക്കാം. നിങ്ങളുടെ സ്വന്തം നിംസ്.